അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, പുണ്യങ്ങളിൽ ഏറ്റവും നല്ല പുണ്യം ഏതാണ്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. നമ്മിൽ എത്ര പേർ ഈ കാര്യം ശ്രദ്ധിക്കാറുണ്ട്? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ക്ലിയറാണ്, പക്ഷേ മാതാപിതാക്കളെ മറന്നുപോവുകയാണ്. അവർ രോഗമായിട്ട് കിടക്കുമ്പോൾ അക്കാര്യം തന്നെ ആരുടെയും ശ്രദ്ധയിലില്ല. അവരുടെ സമ്പത്ത് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കയ്യിലാക്കി, ഇപ്പോൾ അവരെ വേണ്ട. ഇങ്ങനെ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് 8 കാര്യങ്ങളാണ്. 1. ബുജൈരിമിയിൽ കാണാം, അവർ സംസാരിക്കുമ്പോൾ ആ സംസാരം ശ്രദ്ധയോടുകൂടി കേൾക്കുക. വളരെ താല്പര്യത്തോടു കൂടി അത് കേൾക്കുക. വേറെ എവിടെയോ മനസ്സും കണ്ണും അവരിങ്ങനെ പറയുന്നു, അതല്ല, അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളും എഴുന്നേറ്റ് നിൽക്കുക. അവർ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ ഇരിക്കുകയും എന്നത് പറ്റില്ല. അവരേതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ യെസ് എന്ന് പറയുക, സന്തോഷത്തോടെ യെസ് പറയുക. ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ പിന്നീട് അവരോട് പറയുക, ഈ കാര്യം ചെയ്യുന്നതിന് ഇന്ന തടസ്സങ്ങൾ ഉണ്ടല്ലോ എന്ന്. അവരുടെ മുൻപിൽ നടക്കാതിരിക്കുക. നടക്കുന്ന സമയത്ത് എപ്പോഴും അവർ മുന്നിലും നമ്മൾ പിന്നിലുമായിരിക്കണം. അവരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ചിലപ്പോൾ മുന്നിൽ ആകേണ്ടി വരും, അതിന് കുഴപ്പമില്ല. അവരുടെ ശബ്ദത്തേക്കാൾ നമ്മുടെ ശബ്ദം ഉയർത്താതിരിക്കുക. അവർ വിളിച്ചാൽ ആ വിളിക്ക് ലബ്ബൈക്ക് അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയുള്ള നല്ല പ്രതികരണം അറിയിക്കുക. അവരുടെ തൃപ്തി കരസ്ഥമാക്കണം എന്ന് മനസ്സിൽ എപ്പോഴും ആഗ്രഹമുണ്ടാവുക. 8ാമത്തെ കാര്യം, മുഖം ചുളിച്ചുകൊണ്ട് ഒരിക്കലും അവരോട് പ്രതികരിക്കാതിരിക്കുക. എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരിക്കണം അവരുമായുള്ള പെരുമാറ്റങ്ങൾ. ഈ 8 കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടാൻ അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ പല ആളുകളുടെയും പരാജയത്തിൻ്റെ കാരണം മാതാപിതാക്കളുമായി പെരുമാറ്റം മോശമായിപ്പോയി എന്നതാണ്. അവർ മരണപ്പെട്ടു പോയി, ഇനി എന്താണ് ചെയ്യുക? ജീവിതകാലത്ത് വേണ്ടതൊന്നും ചെയ്തില്ല എങ്കിൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ മരണശേഷവും അവർക്ക് വേണ്ടി ദുആർക്കുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾ ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എനിക്ക് കാരുണ്യം ചെയ്തതിന് പകരം റബ്ബാകുന്ന നീ അവർക്ക് വലിയ കാരുണ്യം ചെയ്തു കൊടുക്കണമേ എന്ന് നാം ദുആ ചെയ്താൽ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അതോടൊപ്പം എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുക. ഖബറിൻ്റെ അടുക്കൽ എത്തി യാസീൻ ഓതുക. ഹാസിയത്തുൽ ബുജൈരിമി ഇത് വിവരിച്ചത് കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.